മിഡിൽ ഈസ്റ്റിൽ ഇറാനുമായി നിലനിൽക്കുന്ന കടുത്ത സൈനിക പ്രതിസന്ധി ആഗോളതലത്തിൽ അമേരിക്കൻ യുദ്ധ സജ്ജീകരണങ്ങളെയും പ്രതിരോധ കോട്ടകളെയും എത്രത്തോളം ദുർബലമാക്കുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിക്കാൻ അമേരിക്ക തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വൻതോതിൽ ഉപയോഗിച്ചതായാണ് പെന്റഗണിന്റെ പുതിയ വിലയിരുത്തൽ വ്യക്തമാക്കുന്നത്. പ്രമുഖ പത്രമായ ദി വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട ഈ റിപ്പോർട്ട് വാഷിംഗ്ടണിന്റെ ആയുധ ശേഖരത്തിലെ ഗുരുതരമായ കുറവുകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. റിപ്പോർട്ടിലെ വിവരങ്ങൾ പ്രകാരം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ മിസൈൽ വർഷങ്ങളെ ചെറുക്കാൻ അമേരിക്കയ്ക്ക് തങ്ങളുടെ പക്കലുള്ള 200-ലധികം ഇന്റർസെപ്റ്റർ മിസൈലുകൾ പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിനു പുറമെ കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ വിന്യസിച്ചിരുന്ന US നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ നിന്ന് 100-ലധികം SM-3, SM-6 പ്രതിരോധ മിസൈലുകളും അമേരിക്കയ്ക്ക് തൊടുക്കേണ്ടി വന്നു. ഏറ്റവും ആശങ്കാജനകമായ വസ്തുത ഇസ്രയേലിന്റെ പ്രതിരോധത്തിനായി അമേരിക്ക മാത്രം വിന്യസിച്ച 200 താഡ് മിസൈലുകൾ എന്നത് നിലവിൽ പെന്റഗണിന്റെ പക്കലുള്ള ആകെ ആയുധശേഖരത്തിന്റെ പകുതിയോളം വരുമെന്നതാണ്. അതായത് ഒരൊറ്റ പ്രാദേശിക സംഘർഷത്തിന്റെ ഭാഗമായി തങ്ങളുടെ ഏറ്റവും തന്ത്രപ്രധാനമായ മിസൈൽ പ്രതിരോധ ശേഷിയുടെ പകുതിയും അമേരിക്കയ്ക്ക് ചെലവഴിക്കേണ്ടി വന്നിരിക്കുന്നു. ഇറാനുമായി അടുപ്പിച്ചുണ്ടായ കടുത്ത സൈനിക ഏറ്റുമുട്ടലുകൾ അമേരിക്കയുടെ ആധുനിക മിസൈൽ ഇന്റർസെപ്റ്റർ ശേഖരത്തെ വലിയ തോതിൽ ദരിദ്രമാക്കിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരേ സമയം ഒന്നിലധികം യുദ്ധമുഖങ്ങളിൽ ഇടപെടേണ്ടി വരുന്ന US നാവിക വ്യോമസേനകളുടെ സജ്ജീകരണങ്ങളെ ഇത് വരും ദിവസങ്ങളിൽ ദോഷകരമായി ബാധിച്ചേക്കാം. നിലവിലെ ആയുധ പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്കൻ പ്രതിരോധ കമ്പനികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉൽപാദന രംഗത്തെ തടസ്സങ്ങളും കാലതാമസവും തിരിച്ചടിയാക്കുന്നുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന താഡ് SM മിസൈലുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് വീണ്ടും നിർമ്മിച്ച് സംഭരണശാലകൾ നിറയ്ക്കുക എന്നത് പ്രായോഗികമായി എളുപ്പമല്ല. ഈ ആയുധക്ഷാമം അന്താരാഷ്ട്ര തലത്തിൽ വാഷിംഗ്ടണിന്റെ മറ്റ് സഖ്യകക്ഷികളിലും വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാരണം അമേരിക്കയുടെ പ്രതിരോധ കോട്ടകളിൽ വിള്ളൽ വീണാൽ അത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള തങ്ങളുടെ ശത്രുക്കൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുമെന്ന് US സൈനിക തന്ത്രങ്ങൾ ഭയപ്പെടുന്നു. പ്രത്യേകിച്ച് തായ്വാൻ കടലിടുക്കിലും ദക്ഷിണ ചൈന കടലിലും ചൈന ഉയർത്തുന്ന വലിയ സൈനിക വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ പക്കൽ ഇനി ആവശ്യത്തിന് മിസൈലുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഏഷ്യയിലെ US സഖ്യകക്ഷികളായ ജപ്പാനും ദക്ഷിണ കൊറിയയും ആശങ്കാകുലരാണ്. ചൈന തങ്ങളുടെ മിസൈൽ ശേഖരം അതിവേഗം വർദ്ധിപ്പിക്കുന്ന ഈ സമയത്ത് അമേരിക്കയുടെ പ്രതിരോധ ആയുധങ്ങൾ മിഡിൽ ഈസ്റ്റിൽ തീർന്നു പോകുന്നത് പസഫിക് മേഖലയിലെ ശക്തി സന്തുലനത്തെ അട്ടിമറിച്ചേക്കാം. മറുഭാഗത്ത് ഉത്തര കൊറിയ നടത്തുന്ന തുടർച്ചയായ ആണവ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളും ദക്ഷിണ കൊറിയയും ജപ്പാനെയും കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നു. പസഫിക് മേഖലയിലെ തങ്ങളുടെ താവളങ്ങളായ ഗുവാം, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള താഡ് ബാറ്ററികൾക്ക് ആവശ്യമായ ഇന്റർസെപ്റ്ററുകൾ കൃത്യസമയത്തെത്തിക്കാൻ പെന്റഗണിന് സാധിച്ചില്ലെങ്കിൽ അത് ഉത്തര കൊറിയയ്ക്ക് തങ്ങളുടെ ആക്രമണാത്മക നയങ്ങൾ തുടരാൻ കൂടുതൽ ധൈര്യം നൽകും. ഇറാനുമായി വീണ്ടും ഒരു കടുത്ത യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അതും അമേരിക്കയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ആദ്യഘട്ട ആക്രമണങ്ങളിൽ തന്നെ അമേരിക്കയുടെ പകുതിയോളം ആധുനിക പ്രതിരോധ മിസൈലുകൾ ചെലവഴിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇറാൻ കൂടുതൽ വിനാശകരമായ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് രണ്ടാമതൊരു അറ്റാക്ക് നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയും ഇസ്രയേലും കഠിനമായി പരീക്ഷിക്കപ്പെടും. വിലയേറിയ ഇത്തരം മിസൈലുകൾ ഉപയോഗിച്ച് ഇറാന്റെ താരതമ്യേന ചിലവ് കുറഞ്ഞ മിസൈലുകളെയും ഡ്രോണുകളെയും നേരിടുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തികമായും US സൈന്യത്തിന് വലിയ നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. ദശലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന ഒരൊറ്റ താഡ് മിസൈൽ ഉപയോഗിച്ച് ഇറാന്റെ ഏതാനും $10,000 മാത്രം വിലയുള്ള ആയുധങ്ങളെ തകർക്കുന്നത് ഒരു ആയുധ സാമ്പത്തിക യുദ്ധത്തിൽ അമേരിക്കയെ തളർത്താൻ വേണ്ടിയുള്ള ഇറാന്റെ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും നിരീക്ഷിക്കപ്പെടുന്നു. അമേരിക്കൻ കോൺഗ്രസിലും ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളും മിഡിൽ ഈസ്റ്റിലെ അനാവശ്യമായ ഇടപെടലുകളും അമേരിക്കയുടെ സ്വന്തം സുരക്ഷയെ തന്നെ അപകടത്തിലാക്കുകയാണെന്ന് പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ കുറ്റപ്പെടുത്തുന്നു. പെന്റഗൺ വക്താക്കൾ ഈ റിപ്പോർട്ടുകളോട് ഭാഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്.
തങ്ങളുടെ ആയുധശേഖരത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടെന്ന കാര്യം പൂർണ്ണമായി നിഷേധിക്കാതെ തന്നെ ലോകത്തെവിടെയും ഉണ്ടാകുന്ന ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ US സൈന്യം ഇപ്പോഴും സജ്ജമാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഈ പുതിയ സംഭവ വികാസങ്ങൾ മിഡിൽ ഈസ്റ്റിലെ സമാധാന ചർച്ചകളിൽ അമേരിക്കയെ കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് പ്രേരിപ്പിച്ചേക്കാമെന്നും കരുതപ്പെടുന്നു. കൂടുതൽ നാശനഷ്ടങ്ങളും ആയുധനഷ്ടവും ഒഴിവാക്കാൻ ഇറാനുമായി ഒരു താൽക്കാലിക വെടിനിർത്തലിനോ അല്ലെങ്കിൽ നയതന്ത്രപരമായ ഒത്തുതീർപ്പുകൾക്കോ ട്രംപ് ഭരണകൂടം നിർബന്ധിതരായേക്കാം. ആഗോളതലത്തിൽ വൻ ശക്തിയായ അമേരിക്കയുടെ സൈനിക പരിമിതികൾ വെളിവാക്കുന്ന ഈ വിലയിരുത്തൽ വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ശത്രുരാജ്യങ്ങൾ ഈ ബലഹീനത മുതലെടുക്കാൻ ശ്രമിച്ചാൽ ലോകം കൂടുതൽ സങ്കീർണമായ മറ്റ് പ്രതിസന്ധികളിലേക്ക് വഴുതി വീഴും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മിസൈൽ സംഭരണശാലകൾ എത്രയും വേഗം പുനരുജ്ജീവിപ്പിക്കുക എന്നതായിരിക്കും വരും മാസങ്ങളിൽ വാഷിംഗ്ടണിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി.